മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അജിത്. സ്വപ്ന വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് വീണ്ടും കൊല്ലം ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ ചെയ്ത സ്പൈറൽ വീട് ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊല്ലം കൂനമ്പായിക്കുളം ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലുള്ളൊരു വീട്ടിലാണ്. സൂരജ് വിനീത ദമ്പതികളുടെ വീട്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു നിലയിൽ പണിത ഒരു ആഡംബര വീട്. എല്ലാവർക്കും ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ വീതി കുറഞ്ഞ് നീളത്തിലുള്ള 8.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയ പ്ലോട്ടിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയൊരു വീടാണിത്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. ശരിക്കും അകത്താണ് വീട് എന്നൊരു കൺസെപ്റ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പുറം കാഴ്ച ഒരുപാട് അലങ്കരിക്കുന്നതിനേക്കാൾ ഹൃദ്യമായിട്ടുള്ള അകത്തളങ്ങൾ ഒരുക്കാനാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. എലിവേഷനിലേക്ക് വരുമ്പോൾ അധികം കണ്ടിട്ടില്ലാത്ത വേറിട്ട് നിൽക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. എന്നാൽ അകത്ത് വളരെ ഹൃദ്യമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് വീടാണിത്. ഇവിടെയുള്ള ഗേറ്റ്, ലൈറ്റ്, കർട്ടൻസ്, CCTV അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്മാർട്ട് ഫോൺ വഴി ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് നിയന്ത്രിക്കാൻ സാധിക്കും. ചെറിയ സ്ഥലത്ത് വീട് പണിയുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ഗേറ്റ് മോഡലാണിത്. അതായത് ഈ ചെറിയ സ്ഥലത്തൊക്കെ വീട് പണിയുന്നവർക്ക് ഈ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനൊന്നും ഒരുപാട് സ്പേസ് ഉണ്ടാകണമെന്നില്ല. ഇത് മെറ്റൽ CNC വർക്കും ഇവിടെ ACP ഷീറ്റും വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും സ്ഥലം കളയാതെ ഒരു റെയിൽ പോലെ സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ വീടിൻ്റെ ആ ഒരു ഡിസൈനുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് സെക്ഷൻസിൽ നിർമ്മിച്ച് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെ അലുമിനിയം കോമ്പോസിറ്റ് പാനലും വിരിച്ചിട്ടുണ്ട്. 8.5 സെൻറ്റിൽ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബിൽ പോളികാർബണേറ്റ് ഷീറ്റ് വിരിച്ചാണ്. അതിൽ മെറ്റൽ CNC വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈന് മുകളിൽ കാണാം. ചെറിയ സ്ഥലത്തും പരമാവധി പച്ചപ്പ് നിറയ്ക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കലാത്തിയ ചെടികളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുറം കാഴ്ചയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു വോൾ. ഇത് കോട്ടൺ സ്റ്റീൽ കൊണ്ടുള്ള ഒരു മുഴുനീള ഭിത്തിയാണ്. അതിൽ CNC വർക്ക് ചെയ്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പുറമെ ഒരു വീടിനൊരു റെസ്റ്റിക് ഫിനിഷ് നൽകാനായിട്ട് ഈ ഒരു സ്ക്രീന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്ലോട്ടിൽ നേരത്തെ ഈ മുൻവശത്ത് ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ഈ പോർച്ചിന് വേണ്ടി സ്ഥലം കണ്ടെത്താനായിട്ട് ആ കിണറിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് വളരെ കലാപരമായിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട്, മനോഹരമായി ഒരുക്കിയ ഒരു സിറ്റ് ഔട്ട്. നിലത്ത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇത് ഒറിജിനൽ തടി തന്നെയാണ്. അതായത് ഒറിജിനൽ തേക്ക് തടി കൊണ്ടുള്ള പാനലിംഗ് ആണ് ഈ ഭിത്തിയിലും നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ പൊതുവെയുള്ളൊരു ഡിസൈൻ തീം എന്ന് പറയുന്നത് ഒരു റെസ്റ്റിക് തീം. അതായത് റെസ്റ്റിക് തീമും ഉണ്ട്, അതോടൊപ്പം തന്നെ വുഡിൻ്റെ എലമെൻസും ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് വരുമ്പോൾ ഈ ഭിത്തി റിയൽ തേക്കിൻ്റെ തടി കൊണ്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു കോൺക്രീറ്റ് ഫിനിഷ്, ഒരു സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷിലാണ് ഈ ഒരു ഭിത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു 2 പാളി വാതിലാണ്. ഇതും തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഈ വാതിലിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിലാണ്. ഇത് കസ്റ്റം ചെയ്തിട്ടുള്ള നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ, അത് PVD ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സൊക്കെ ഉള്ള ഒരു സ്മാർട്ട് വാതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സ്വപ്ന വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്താണ് വീട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത്. അതായത് പുറം കാഴ്ചയേക്കാൾ അതീവ ഹൃദ്യമായിട്ടുള്ള അകത്തളങ്ങൾ ഒരുക്കാനാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മൾ പ്രധാന വാതിൽ തുറന്നു കയറുമ്പോൾ തന്നെ ഓപ്പൺ പ്ലാനിൻ്റെ വിശാലതയും മനോഹാരിതയുമാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അതായത് പ്രധാന വാതിൽ തുറന്ന് കയറുന്ന മൊമെൻറ്റിൽ തന്നെ വീട്ടിലെ ഒരുവിധ ഇടങ്ങളെല്ലാം നമുക്ക് ദൃശ്യമാവുന്ന രീതിയിലാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിശാലത നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരു നീളൻ പാസേജാണ്, അങ്ങ് അറ്റം വരെ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ പാസേജിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആഷ്ടിയുടെ ഫർണിച്ചേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയ വോളാണ്. ഇത് സിമെൻറ്റ് ഫിനിഷിൽ അതിൽ ഗോൾഡൻ സ്ട്രിപ്സ് ഒക്കെ നൽകിയാണ് ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സീലിംഗ് ആണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ആ ഒരു വൈറ്റ്, സിമെൻറ്റ്, വുഡൻ, ഈ ഒരു 3 കളേഴ്സിൻ്റെ ഒരു തീമാണ് ഈ വീടിൻ്റെ അകത്തളങ്ങൾ ഇത്രയധികം മനോഹരമാക്കുന്നത്. ഫോർമൽ ലിവിങ്ങിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, സാധാരണ വീടുകളുള്ള പോലെ ഒരു ഫാനുകളല്ല, 2 കുട്ടി ഫാനുകളാണ്. നല്ല രസമുള്ള 2 കുട്ടി ഫാനുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പീസുകളാണ്. ഒരു ആൻറ്റിക് ഫിനിഷിൻ നൽകുന്ന രീതിയിലുള്ള വളരെ രസകരമായിട്ടുള്ള ഫാനുകൾ. ഓക്കെ, നമ്മുടെ പരമ്പരാഗത സീലിംഗ് വോൾ ഫാനുകളെക്കാൾ നല്ല കാറ്റ് ഈ 2 കുട്ടി ഫാനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പം നമുക്ക് ഈ ഫോർമൽ ലിവിങ്ങിലെ കട്ടൻസ് ഒക്കെ നമുക്ക് ഫുള്ളി റിമോട്ട് വഴി നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പം കാണിച്ചു തരാം. ആരവിടെ മാറട്ടെ.
വീടുകളുടെ അകത്തളം മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വളരെ നിർണായകമായിട്ടൊരു പങ്കുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതും ഈ വീടിൻ്റെ ഒരു ഫ്ലോറിംഗ് ആണ്. അതായത് ഈ കോമൺ ഏരിയാസ് മുഴുവൻ 4x2 മാറ്റ് ഫിനിഷ്ഡ് ഒരു ഗ്രേ കളർ തീമുള്ള ടൈലുകളാണ് ഇവിടെ കോമൺ ഏരിയാസ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വീടിന് നല്ലൊരു ആംബിയൻസ് നൽകുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു വുഡ് ഫിനിഷ്ഡ് ടൈലുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ പോസിറ്റീവ് ആംബിയൻസ് നിറയ്ക്കുന്നതിൽ നാച്ചുറൽ ലൈറ്റിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിന് ഒരു നല്ല ഉദാഹരണമാണിത്. അതായത് നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് അടുത്തായിട്ട് കടക്കുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസ് വിധിച്ച ഒരു സ്കൈലൈറ്റ് പോർഷനുണ്ട്. ഇതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിലേക്ക് ലഭിക്കുന്നുണ്ട്. പകൽ സമയത്ത് ഇവിടുന്ന് ലൈറ്റ് ഇടേണ്ട ആവശ്യമേ വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് നൽകി ഒരു ചെറിയ പച്ച തുരുത്തും ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാനായിട്ട് ഒരുപാട് കടും നിറങ്ങളൊന്നും വാരി തേക്കേണ്ടതില്ല എന്ന് ഈ ഒരു വീടിൻ്റെ കോമൺ സ്പേസസ് തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമെൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് പെയിൻറ്റും. വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു രണ്ട് നിറങ്ങളുടെ കോമ്പിനേഷനിലൂടെ മനോഹരമായിട്ടുള്ള അകത്തളങ്ങൾ ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ എന്താണ് തോന്നുന്നത്? ഒരു വുഡൻ പാനലിംഗ് ചെയ്ത ഷോ പീസ് പോലെ തോന്നുമല്ലേ? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ DB ബോക്സ് യൂണിറ്റ് ആണ്. അതിങ്ങനെ സ്ലൈഡ് ചെയ്താണ് അതിനുള്ളിലാണ് DB ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ വളരെ കലാപരമായിട്ട് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കിടക്കുന്നത് ഇവിടുത്തെ ഡൈനിങ്, വാഷ് ഏരിയ, ഫാമിലി ലിവിങ് ഉൾപ്പെടുന്ന അടുത്തൊരു യൂണിറ്റിലേക്കാണ്. അപ്പം മറ്റിടങ്ങളിൽ നിന്നും ഈ ഒരു ഏരിയ വേർതിരിക്കുന്നത് ഇവിടുത്തെ ഒരു സീലിംഗ് വർക്കാണ്. അതായത് മനോഹരമായിട്ട് വെനീർ പാനലിങ്ങും കൺസീൽഡ് ലൈറ്റുകളും ഒക്കെ നൽകി മനോഹരമായിട്ടൊരു ഫോൾ സീലിംഗ് യൂണിറ്റാണ് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നത്. പുതിയകാല വീടുകളിലേക്ക് ഒരു മെയിൻ ഡിസൈനർ എലമെൻ്റായിട്ട് മാറിയിരിക്കുകയാണ് വാഷ് ഏരിയ. അപ്പം അതുപോലെ തന്നെ മനോഹരമായിട്ടാണ് ഈ വീട്ടിലെ വാഷ് ഏരിയ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു വാഷ് ഏരിയ, ഒരു വലിയ മിറർ, അതിൽ നമുക്ക് അതിൻ്റെ പുറകിൽ ബാക്ക് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ശ്രദ്ധിച്ചത്, നമ്മൾ ഒരുപാട് വീടുകളിൽ ഹോം ടൂർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടാപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കി ആ വാഷ് ഡൈനിങ്ങിലേക്ക് വന്നാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ, മാർബിൾ ടോപ്പുള്ളൊരു ഡൈനിങ് ടേബിൾ. ഇതിൻ്റെ താഴെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് എന്നൊരു കൗതുകവുമുണ്ട്. ഇത് ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഫാമിലി ലിവിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് ലോഞ്ചർ സോഫയുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആ ഭിത്തി പോലെ തന്നെ സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. അവിടെ ഭിത്തിയിൽ ഒരു വോൾ പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഫുൾ ലെങ്ത്, ഈ ഭിത്തി ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ഡോറ്. ഇത് സ്ലൈഡ് ചെയ്താണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ കടക്കുന്നത്. ബുദ്ധ തീമിൽ ഒരുക്കിയ ഒരു കോട്ടയാണ്. ഓരോ കട്ടൻ ചായയിലും ഒരു മുഹബത്ത് ഉണ്ടാകണമെന്ന് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ പറയുന്ന പോലെ എല്ലാ വീട്ടിലും സന്തോഷത്തിൻ്റെ ഒരിടമെങ്കിലും ഉണ്ടാകണം. ശരിക്കും അവിടെ വന്നിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പം ലോകം മുഴുവൻ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിയണം. ഈ വീട്ടിലെ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടമാണ് ഈ ഒരു ബുദ്ധ തീമിൽ ഒരുക്കിയ കോട്ടയാടും വാട്ടർ ബോഡിയും ഈ ഒരു ചെറിയ പൂളും. ഈ ഒരു വാട്ടർ ബോഡിയിൽ വെള്ളം വീഴുന്ന ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഇത് നേരത്തെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? എങ്കിൽ ഇത് ഈ വീട്ടിലെ വാഷ് ബേസിൻ്റെ അതേ തീമും ഇതേപോലെയാണ്. അതായത് ഇവിടുത്തെ വാഷ് ബേസിനിലും വെള്ളം വരുന്നത് ഈ ഇതേ ഒരു തീമിലാണ്. ഇനി നമുക്ക് കിച്ചൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കിച്ചണിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് പോലെ നൽകിയിട്ടുണ്ട്. അതിൽ കൺസീൽഡ് LED ലൈറ്റ്സ് ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. പുതിയ കാല വീടുകളൊക്കെ ഏറ്റവും സ്റ്റൈലിഷായിട്ട് ഒരുക്കുന്ന ഇടങ്ങളിലൊന്ന് കിച്ചനാണ്. ഈ വീട്ടിലും ആ പതിവ് തുടരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ വീട്ടിലെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു അക്വ ഗ്രീൻ ഫിനിഷിലാണ് ഈ ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. മറൈൻ പ്ലൈ മൈക്ക ലാമിനേഷനിൽ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് ഫിനിഷോട് കൂടിയാണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു പ്രത്യേകതയുണ്ട്. പൊതുവെ വീടുകളിലൊക്കെ കൗണ്ടർ ടോപ്പിന് നാനോവൈറ്റ് അല്ലെങ്കിൽ കൊറിയൻ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ സിംബോളോയുടെ
കൗണ്ടർ ടോപ്പ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുക്കളയിലെ ഏറ്റവും ബോറ് ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക അത് പാത്രം കഴുകലാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ജോലി എളുപ്പമാക്കാനായിട്ടുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിങ്ക് യൂണിറ്റുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഹോം ടൂർ ചെയ്ത പല വീടുകളിലും ഇതേ ഒരു യൂണിറ്റ് ഉണ്ട്. അതായത് ഒരേ സമയം പലവിധ ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, പല ആംഗിളുകൾ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ സോപ്പ് ഡിസ്പെൻസറും പ്രഷർ വാഷ്, നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ പ്രഷർ വാഷ് ചെയ്യാവുന്ന യൂണിറ്റും എല്ലാമുള്ള ഒരു ഡബിൾ സിങ്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയ സ്ഥലത്ത് പരമാവധി സ്റ്റോറേജ് സ്പേസ് നൽകാൻ ഈ കിച്ചണിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു പുൾ ഔട്ട് യൂണിറ്റ് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം ഇവിടെ സൂക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും കിച്ചണിലൊക്കെ ഈ കോർണറിലെ സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാനാകാതെ പോകാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഫുള്ള് പുൾ ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കോട്ടയത്തെ ഏറ്റവും വലിയ വീട് അജ്മിയുടെ ഹോം ടൂർ ചെയ്തപ്പം അവിടുത്തെ ഒരു കിച്ചണിലും ഈ ഒരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അകത്തെ എന്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാവുന്ന രീതിയിൽ യൂട്യൂബും ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഇവിടെ. അപ്പോൾ മെയിൻ കിച്ചനോട് അനുബന്ധമായിട്ട് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ചെറിയൊരു വാഷിംഗ് യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഒരു കിഡ്സ് റൂം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു മോഡലാണ് ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂം. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ വീട്ടുകാർക്ക് ഒരു 6 വയസ്സുകാരി മകളാണുള്ളത്. അവൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ ഒരുക്കിയ ഒരു ബെഡ്റൂമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ ശരിക്കും ഒരു അത്ഭുത ലോകത്തേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് ഈ ഒരു കിഡ്സ് ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ. ശരിക്കും ഇതുപോലെ കിഡ്സ് ബെഡ്റൂം വീടുകളൊക്കെ ഒരുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ശരിക്കും റെഫർ ചെയ്യാവുന്നൊരു മോഡൽ കൂടിയാണ്. ഒരു ബങ്ക് ബെഡ് രീതിയിലാണ് ഇവിടെ കട്ടിലൊരുക്കിയിട്ടുള്ളത്. താഴെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഈ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ. ഇതിൻ്റെ ഒരു ഹാൻഡിൽ പോലും വളരെ ഒരു കിഡ്സ് തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡിൽസ് വരെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്സ് കയറിയാണ് ആ ഒരു ബെഡിലേക്ക് പോകുന്നത്. അവിടെ പോലും മാക്സിമം സ്റ്റോറേജിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഓരോ സ്റ്റെപ്സിൻ്റെ കീഴിലും ഡ്രോവേഴ്സ് പോലെ സ്റ്റോറേജ് ഉണ്ട്. ഫുള്ള് കൺസീൽഡ് സ്റ്റോറേജാണ് ഒരുക്കിയിട്ടുള്ളത്. സ്പേസ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇതിൻ്റെ ഡിസൈന്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ബേ വിൻഡോ പോലെ ഒരുക്കിയിട്ടുണ്ട്. പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു കിഡ്സ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. മനോഹരമായിട്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. പലപ്പോഴും കിടപ്പുമുറികളുടെ ഒരു തീം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഹെഡ് സൈഡ് ഭിത്തികളുടേതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് സൈഡ് വോളും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈൽ ക്ലാഡിങ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ കണ്ട ആ വോക്സ് പാനലിങ് ഇവിടെ സീലിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ഹോം ടൂർസ് ചെയ്യുമ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീടിനകത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ റെഫർ ചെയ്യാവുന്ന നല്ല മോഡലുകളൂടെ എടുത്ത് കാണിക്കാറുണ്ട്. അത്തരത്തിൽ വാർഡ്രോബുകൾക്ക് മാതൃകയാക്കാവുന്ന നല്ലൊരു മോഡലാണ് ഇവിടെ ഉള്ളത്. ചെറിയ സ്ഥലത്ത് പരമാവധി സ്റ്റോറേജ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വാർഡ്രോബ് മോഡലാണ്. ഇത് ഫുള്ളി സെൻസർലെസ് ഉള്ളതാണ്. നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ്സ് കത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണ്. അതും അതിമനോഹരമായിട്ട് ഒരുക്കിയൊരു ബെഡ്റൂം. ഇവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് സൈഡ് വോളാണ്. നമ്മൾ കൊല്ലത്ത് ലാസ്റ്റ് ചെയ്ത സ്പൈറൽ വീട്ടിലും ഫാബ്രിക് ഉണ്ടായിരുന്നു. വെൽവെറ്റ് ഫാബ്രിക്, ഇത് അക്രിലിക്. ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഹെഡ് സൈഡ് വോൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മൂഡ് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ്സിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് മാറ്റാൻ സാധിക്കും. മുകളിൽ ജിപ്സം ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്, ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ്, ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് സ്പേസ് പോലെ. ഇവിടെ നമുക്ക് ഈ ഒരു ലൈറ്റ്സിൻ്റെ തീം മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഇടങ്ങൾ ചുരുക്കമായിട്ടൊന്ന് പറയാം. 2 കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഒരു ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 4 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയുമാണ് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള 2 ചെറുപ്പക്കാരായിട്ടുള്ള ഡിസൈനേഴ്സ് ഇവരുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. എൻ്റെ പേര് നിബിൻ. എൻ്റെ പേര് ഷഹൻഷാ. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ തീമിൻ്റെ ഒരു കഥ എന്തായിരുന്നു? ആക്ച്വലി ഈ പ്ലോട്ട് വളരെ പരിമിതി നിറഞ്ഞൊരു പ്ലോട്ടായിരുന്നു. ആക്ച്വലി നീളമാണ് ഈ പ്ലോട്ടിന് മെയിൻ. ഓക്കെ.
അപ്പം റിക്വയർമെൻറ്റ്സും വലുതായിരുന്നു. അപ്പം ഞാൻ അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഒറ്റ നല്ല വീടാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. പൊതുവേ ആഡംബര വീടുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇരുനിലയാണ്. എന്നാൽ ഒരു നിലയിൽ തന്നെ ആഡംബര വീട് ഒരുക്കാൻ സാധിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. അത് കണ്ടാൽ ഒരു 2 നില വീടിൻ്റെ ഫീൽ ചെയ്യും. എന്നാൽ അത് ഒരു നില വീടാണ്. ഇതിലേറ്റവും നമുക്ക് പരിമിതമായിട്ടുണ്ടായിരുന്നത് സ്പേസിന്റെ അവൈലബിലിറ്റി ആയിരുന്നു. അപ്പം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഏറ്റവും പ്രശ്നമായതും കുറച്ച് കൺജഷൻ ഫീൽ ചെയ്യുന്നതായിരുന്നു. ആ ഒരു പ്രോബ്ലം സാധാരണ വരാറുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മൾ ലാർജ് വിൻഡോസും ഇപ്പോൾ സ്കൈ ലൈറ്റ് എല്ലാം കൊടുത്തത് കാരണം നാച്ചുറൽ ലൈറ്റും മാക്സിമം കിട്ടും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും എല്ലാ രീതിയിലും സോൾവ് ആയിട്ട് ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഈ വർക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. നമ്മൾ പലപ്പോഴും ഹോം ടൂർ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് അതിൻ്റെ ബജറ്റാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബജറ്റ് ഞാൻ പറയാം. ഈ വീടിൻ്റെ സ്ട്രക്ചറിന് ഏകദേശം ഒരു 55 ലക്ഷവും ഇൻറ്റീരിയേഴ്സിന് 30 ലക്ഷവുമാണ് ചിലവായത്. അങ്ങനെ മൊത്തം ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ വീടിന് ചിലവായിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ ഒരു പൂർണ്ണത വെച്ച് നോക്കുമ്പോൾ ആ മുടക്കിയ കാശ് മുതലായി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഒരു നിലയിൽ ഒരുക്കിയ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ സ്ഥലത്ത് പ്രീമിയം സൗകര്യങ്ങളോടെ വീടുകൾ ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വീടുകൾ നമ്മുടെ ചാനലുണ്ട്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ധാരാളം വീടുകളുടെ വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.